എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ കക്കുടുമണ്ണ് വനത്തിനുള്ളിൽ കൂടി ഒഴുകുന്ന വിളയാട്ടുപാറ അരുവിയിലെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ കൂടി ഈ ഒരു അരുവിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചെറിയൊരു വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത, അധികം ആൾക്കാരൊന്നും വന്നു പോകാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വിളയാട്ടുപാറ. ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ നനയ്ക്കാനും കുളിക്കാനുമായിട്ടൊക്കെ വരുന്നത്. പുറത്തുനിന്ന് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലും അരുവിയിൽ ഇറങ്ങിയിട്ടാണെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. വളരെ ശുദ്ധമായി ഒഴുകുന്ന ഒരു അരുവി. ചെറിയ 2-3 തട്ടായിട്ടാണ് വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് സ്ത്രീകളും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളും ഒക്കെ കുളിക്കാനായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് ചെറിയൊരു തോടായിട്ട് ഒഴുകി താഴേക്ക് ചെന്ന് വിശാലമായ ഒരു പ്രദേശത്ത് കൂടി വെള്ളം ഒഴുകി അങ്ങ് പമ്പയാറ്റിലേക്ക് ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. താഴ്ഭാഗത്തായിട്ട് 2-3 തട്ടായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെയാണ് കൂടുതലും ആണുങ്ങളൊക്കെ കുളിക്കാനായിട്ട് വരുന്നത്. കക്കുടുമണ്ണ് വനത്തിനുള്ളിൽ കൂടി ഇങ്ങനെ ഒരു അരുവി ഒഴുകുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലമേ അല്ല നമ്മുടെ വിളയാട്ടുപാറ. പാറയിലെ വഴുക്കൽ മാത്രമാണ് ഏതെങ്കിലും വിധത്തിൽ അപകടം ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ വലിയ ആഴമുള്ള സ്ഥലമോ അല്ലെങ്കിൽ പാറക്കെട്ടിലുണ്ടാകുന്ന അള്ള് അതേപോലെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലമേ അല്ല നമ്മുടെ വിളയാട്ടുപാറ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും, വളരെ വിശാലമായ ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മുടെ ഈ ഒരു അരുവി ഒഴുകുന്നത്. രാവിലെ സമയത്താണെങ്കിലും 4 മണി സമയത്തൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ വിളയാട്ടുപാറ. കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർ ഈ പാറയിലൂടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുളിക്കാനായിട്ട് വരുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെയുള്ള വെള്ളക്കെട്ടിൽ പാറയിൽ കൂടി ആൾക്കാരിങ്ങനെ തെന്നി താഴേക്കൊക്കെ നിരങ്ങിയൊക്കെ പോകുന്നത്. അപ്പോൾ കുളിക്കാൻ വരുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർ പാറയിൽ കൂടി നടക്കുമ്പോൾ സൂക്ഷിക്കണം. തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് താഴെയായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഇച്ചിരി ഹൈറ്റ് കൂടിയ ചെറിയ വെള്ളച്ചാട്ടമുള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ അധികം വെള്ളമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെ വെള്ളം കുത്തി ഒലിച്ചിറങ്ങി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല. മറവ് സമയമാകുമ്പോൾ ഇതിന് താഴേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളക്കെട്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്നതെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മനോജേട്ടൻ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ താഴേക്ക് പോയി ചെറിയൊരു വീഡിയോ കൂടെ പകർത്തിയെടുത്തായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മണ്ണൊക്കെ കാട്ടുപന്നി കുത്തി ഇളക്കിയിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യമൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വെള്ളം കുത്തി വലിച്ചിറക്കി വരുന്നുണ്ടോ, നമുക്ക് അതിൻ്റെ ഇടയിൽ കയറിയിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ മനോജ് ചേട്ടന് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി വീഡിയോ ഒക്കെ എടുത്തു. ആദ്യം എടുത്ത വീഡിയോ സെൽഫി ആയിരുന്നു. അത് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായിരുന്നു. ഇത് രണ്ടാമത് എടുത്തൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ചാനലിൽ കൂടി കണ്ടപ്പോഴാണ്, ന്യൂസ് ചാനലിൽ കൂടി കണ്ടപ്പോഴാണ് അറിയുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ പത്തനംതിട്ടയിലുള്ള അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ വിളയാട്ടുപാറ അരുവി. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വരാൻ ശ്രമിക്കുക. വന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. കുളിക്കാനും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ് നമ്മുടെ വിളയാട്ടുപാറ.
നമ്മൾ ഈ കാണുന്ന വഴി താഴോട്ട് ഒന്ന് പോയായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ നിന്ന് ഒരു ചെറിയ വീഡിയോ കൂടെ ഒക്കെ എടുത്തായിരുന്നു. ആ ഭാഗത്തോട്ട് പോയപ്പോൾ കാട്ടുപന്നി മണ്ണൊക്കെ കുത്തി ഇളക്കിയിട്ടേക്കുന്നതൊക്കെ കണ്ടു. അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടിയൊക്കെ കണ്ടിട്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പം തുടർന്നുള്ള ആ കുറച്ച് വീഡിയോ കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക.